ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ നല്ല ദിവസം ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ എനിക്ക് കർത്താവ് തരുന്ന അവസരത്തിന് ദൈവത്തിന് ഞാൻ നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും എല്ലാം കരയറ്റിക്കൊണ്ട് ദൈവവചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഹൃദയം നിറഞ്ഞ നന്ദിയിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകമായിരിക്കുന്ന വന്ദനം കൂടി അറിയിച്ചുകൊണ്ട് ഇന്ന് ഈ നല്ല ദിവസം നമ്മളോട് കർത്താവ് ഇടപെടട്ടെ, വാക്കുകളിലൂടെ കർത്താവ് നമ്മളെ ഹൃദയനൊമ്പരങ്ങൾ ഒപ്പിയെടുക്കട്ടെ എന്നുള്ള വിനീതമായ പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ ഇന്നത്തെ ആത്മീക ചിന്തയും നിങ്ങളായി പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നു. ഇന്നും ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. 16-ാം അധ്യായം 3-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുകയാണ്. വ്യർത്ഥ വാക്കുകൾക്ക് അവസാനം ഉണ്ടാകുമോ? അല്ല, പ്രതിവാദിപ്പാൻ നിന്നെ ചൊടിപ്പിക്കുന്നത് എന്ത്? ഇതിലെ ആദ്യത്തെ സെൻറ്റൻസ് മാത്രമാണ് ഇന്ന് ചിന്തയ്ക്കെടുക്കുന്നത്. ആദ്യത്തെ സെൻറ്റൻസിലെ അവസാന ഭാഗം മാത്രമാണ് ചിന്തയ്ക്കെടുക്കുന്നത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആദ്യ ഭാഗം ഇതാണ്: വ്യർത്ഥ വാക്കുകൾക്ക് അവസാനം ഉണ്ടാകുമോ? വ്യർത്ഥ വാക്കുകൾക്ക് അവസാനം ഉണ്ടാകുമോ? ഇയ്യോബിൻ്റെ കഷ്ടതയുടെ ചരിത്രം എപ്പോഴും ഞാൻ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നൊരു വാക്കെടുത്ത് പറയുമ്പോഴൊക്കെ പറയാറുണ്ട്. ഞാൻ എപ്പോഴും അത് പറഞ്ഞ് ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. സങ്കടകരമായ വിഷയങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ വാക്കുകളാണ്. അതും സ്നേഹിക്കുന്നവരുടെ വാക്ക് കൊണ്ട് മുറിവേൽപ്പിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ വേദന ഇരട്ടിയാണ്. ഒരു നീറ്റലാണ്, ഒരു പുകച്ചിലാണ്. അനുഭവിക്കുന്നവർക്കറിയാം. ഏറ്റവും വിശ്വസിച്ചവർ നമ്മളെ കുത്തി മുറിവേൽപ്പിക്കുന്നു വാക്കുകൊണ്ട്. വാക്കിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മധുരിപ്പിക്കാം, കയ്പിക്കാം, തണുപ്പിക്കാം, കത്തിക്കാം. ഇതെല്ലാം വേദപുസ്തകം തന്നെ വളരെ ശക്തമായി പറയുന്ന ഭാഗങ്ങൾ തിരുവെഴുത്തിലുണ്ട്. ഒരു മനുഷ്യനെ ഇല്ലാതാക്കാം വാക്കുകൊണ്ട്. രണ്ടുപേര് തീരുമാനിക്കുകയാണ്, അവനെ വെടിവെക്കുകയൊന്നും വേണ്ട, വണ്ടി ഇടിക്കുകയൊന്നും വേണ്ട, കച്ചകെട്ടി ഇറങ്ങുകയാണ്, നശിപ്പിച്ചേ അടങ്ങത്തുള്ളൂ എന്ന്. വാക്കുകൊണ്ട് നശിച്ച എത്രയോ കുടുംബങ്ങളുണ്ട്, എത്രയോ സഭകളുണ്ട്, എത്രയോ വ്യക്തികളുണ്ട്, ബന്ധങ്ങളുണ്ട്. മുറിവേറ്റ് തകർന്നു കിടക്കുന്ന എത്രയോ വാർദ്ധക്യ സഹജരായ മാതാപിതാക്കളുണ്ട്. വാക്കുകൊണ്ട് കൃപ കളഞ്ഞവരുണ്ട്, വാക്കുകൊണ്ട് ജീവിതം കളഞ്ഞവരുണ്ട്, വാക്കുകൊണ്ട് കുടുംബം കളഞ്ഞവരുണ്ട്, വാക്കുകൊണ്ട് ഭാവി കളഞ്ഞവരുണ്ട്, വാക്കുകൊണ്ട് നന്മ കളഞ്ഞവരുണ്ട്. ബന്ധങ്ങൾ എന്ന് വേണ്ട, വാക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ തകർച്ച ഉറപ്പാണ്. ഇവിടെ 2-3 പേര് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. സാത്താൻ അവരെ നിയോഗിച്ചു വിട്ടിരിക്കുക. ഇയ്യോബിനെ, ആ മനുഷ്യൻ, മക്കൾ നഷ്ടപ്പെട്ടു. അതിനകത്ത് പിശാച് വിചാരിച്ചതുപോലെ മനോദുഃഖങ്ങളൊക്കെ ഇയ്യോബ് നേരിട്ടു. എങ്കിലും അത്രയങ്ങ് ആത്മീകത്തിൽ തകർന്നില്ല. ഭാര്യയെ ശത്രുവിനെ പോലെ ഇടപെടത്തക്ക രീതിയിലാക്കി. എന്നിട്ടും അയാൾ തകർന്നില്ല. ആടുമാടുകളും വീടും സമ്പത്തും ഒക്കെ കൺമുമ്പിൽ നഷ്ടപ്പെട്ടു. എന്നിട്ടും അയാൾ ഉലഞ്ഞില്ല. പിന്നെ കണ്ടുപിടിച്ച അവസാനത്തെ അടവാണ് നല്ല മൂർച്ചയുള്ള വാക്കുകൊണ്ട് ചങ്കിനിട്ട് കുത്താൻ പറ്റുന്ന 2-3 പേരെ വീട്ടിൽ കയറ്റി വിടുക. കുത്തിയിരുന്നങ്ങ് പറയുക ഇവനെതിരെ. തകരുമെന്നാണ് വിചാരിച്ചേ. പക്ഷേ അതിനകത്ത് ഇയ്യോബ് ഉലഞ്ഞു എന്നത് സത്യമാണ്. ബാക്കി എല്ലാ വിഷയം എൻ്റെ ഒരു നിരൂപണമാണ് ഞാൻ പറയുന്നത്. നിങ്ങളും ഈ കാര്യത്തെ വിലയിരുത്തുക, ശരിയല്ലേ എന്ന്. ഇയ്യോബ് ഏറ്റവും മാനസിക വ്യതയിൽ വിലപിച്ചത് ഈ ഭാര്യയോട് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, മക്കൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ആടുമാടുകളും കഴുതയും വീടുമൊക്കെ നഷ്ടപ്പെട്ടു. ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഭാര്യ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നമുക്കിതെല്ലാം തന്ന ദൈവമല്ലേ, യഹോവയല്ലേ എല്ലാം തന്നത്, യഹോവ എടുത്തു എന്ന് പറഞ്ഞുകൂടെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ അത്രയും ഉലച്ചിട്ടില്ല എന്നല്ലേ ആ വാക്ക് പറയുന്നത്. വേദനയുണ്ടാകും, നഷ്ടബോധം ഉണ്ടാകും. മക്കളൊക്കെ ഇല്ലാതെയായിപ്പോയാൽ ആർക്കില്ലാത്തത്. പക്ഷെ അദ്ദേഹത്തെ ആത്മീകത്തെയും ഭക്തിയെയും ഉലച്ചില്ല. പക്ഷേ വാക്കുകൊണ്ട് ചില ദിവസങ്ങൾ ചിലത് കയറി വന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ആ മനുഷ്യന് ഉലഞ്ഞു. അതിൻ്റെ വാക്കുകൾ വേദപുസ്തകത്തിൽ, ഇയ്യോബിൻ്റെ പുസ്തകത്തിലുണ്ട്. അതെല്ലാം എടുത്ത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊന്നോടെ പറയുന്നു, വാക്കുകൊണ്ട് ആരെ ഉപദ്രവിക്കരുത്. പറയാനുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായി പറയണം. അതിനൊരു സ്നേഹത്തിൻ്റെ, കൃപയുടെ,
രുചി വരുത്തുന്നതിൻ്റെ, അങ്ങനെയൊക്കെയല്ലേ വേദപുസ്തകം പുതിയ നിയമം നമ്മോട് പറയുന്നത്. അതല്ല ശത്രുക്കളെപ്പോലെ ദുഷ്ടൻ്റെ കയ്യിലിരിക്കുന്നവർ അങ്ങനെ ആകട്ടെ, പക്ഷെ മിത്രങ്ങളെപ്പോലെ ഇടപെടേണ്ടവർ, ഒരു കൂട്ടായ്മയിൽ പോകുന്നവർ, ഒരു കുടുംബത്തിൽ പാർക്കുന്നവർ, ഒരമ്മയുടെ മക്കൾ, അവർ തമ്മിൽ അങ്ങനെ പറഞ്ഞ് വേദനിപ്പിക്കാമോ? പാടില്ല, ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കിലേക്ക് വരിക. 16:3 വ്യർത്ഥ വാക്കുകൾക്ക് അവസാനം ഉണ്ടാകുമോ? ഞാൻ ഈ പുസ്തകത്തിനകത്ത് ഞാൻ മൊത്തത്തിൽ ഈ ചിന്തയിൽ വായിച്ചില്ല, എങ്കിലും യോബിൻ്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളും വായിച്ചിട്ടുണ്ടല്ലോ. മറ്റൊരിടത്തും ഞാൻ യോബിൻ്റെ വായിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് വീണത് കണ്ടില്ല. ദൈവമേ, എൻ്റെ ഈ നരകയാതനയ്ക്ക് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകുമോ എന്ന് ആ മനുഷ്യന് ചോദിക്കായിരുന്നല്ലോ. ദൈവമേ, എൻ്റെ ശരീരത്തിൽ വന്നിരിക്കുന്ന ഈ സോറിയാസിസ് പോലത്തെ ഓട്ടുകഷ്ണം കൊണ്ട് ചുരുണ്ടുമ്പോൾ പുഴുക്കൾ താഴെ വീഴത്തക്ക രീതിയിൽ ശരീരം പുഴുക്കുന്ന ഈ രോഗത്തിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകുമോ എന്ന് അദ്ദേഹം ചോദിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ദൈവമക്കളെ. എൻ്റെ ദൈവമേ, ഈ നാണക്കേടിന്, ഈ ബലഹീനതയ്ക്ക്, ഈ സാത്താൻ്റെ പോരാട്ടത്തിന് എന്നെങ്കിലും ഒരു അവസാനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ അത്രയും റിസർച്ച് ചെയ്തിട്ടല്ല ഈ വാക്ക് പറയുന്നത്. പക്ഷേ എനിക്ക് യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള അവലോകനകത്ത് കിടക്കുന്നുണ്ട്. പക്ഷേ ഈ വാക്ക് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമാണ്, വ്യർത്ഥ വാക്കുകൾക്ക് അവസാനം ഉണ്ടാകുമോ? ഇതൊന്ന് അവസാനിക്കുമോ? ഇതിനൊരവസാനം ഉണ്ടാകുമോ? പ്രിയപ്പെട്ടവരെ, ഞാനിതിന് മറുപടി പറയാം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അപമാനം സഹിക്കുന്നവർ, കുത്തുവാക്കുകൾ കൊണ്ട് വേദനപ്പെടുന്നവർ, എന്നും കുറ്റം മാത്രം, എന്തൊക്കെ ചെയ്താലും നിന്ന മാത്രം. ചിലർ പറഞ്ഞിട്ടുണ്ട്, ഒരു കൂട്ടായ്മയിൽ പോയിരുന്ന പ്രസംഗം പോലും ആശ്വസിക്കാൻ, മനസ്സൊന്ന് തണുക്കാനാണ് വരുന്നത്, പക്ഷേ അവിടെ നിന്ന് കേൾക്കുന്ന പ്രസംഗം പോലും കുത്തുപ്രസംഗങ്ങൾ പോലെ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഒരു കർത്തൃദാസന് ആ കൂട്ടായ്മയ്ക്കകത്തൊരു കുറവുണ്ടെങ്കിൽ അത് പുൾപിറ്റിൽ പറയാം. പക്ഷെ അത് കുത്തുവാക്കുകളായി മനഃപൂർവ്വം ലക്ഷ്യമാക്കി ആരോ പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കുന്നത് പോലെയൊക്കെ പറയുന്ന ബുദ്ധി കൊണ്ടുള്ള കുത്ത്, അത് വാക്കുകൊണ്ട് ഉപയോഗിച്ച് അത് അസഹിഷ്ണുത ഉളവാക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് കെയർ ചെയ്യുന്നത് ഒത്തിരി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തിരുവഴുത്തിലും പുൾപിറ്റിലുമെല്ലാം. ഞാനിന്ന് പറയാം, യോബ് വിലപിച്ചത്, ഭാരപ്പെട്ടത് ഈ വാക്കുകൾക്ക്, വെറും വാക്കല്ല, വ്യർത്ഥ വാക്കുകൾക്ക് അവസാനം ഉണ്ടാകുമോ? ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഭാരം, വാക്കുകൊണ്ട് മാത്രമല്ല, ഈ സഹിക്കുന്ന പ്രയാസം, ഈ നാണക്കേട്, ഈ കടഭാരം, ദൈവമേ, ഈ കുറ്റം കേൾക്കൽ, ഇതിനൊരവസാനം ഉണ്ടാകുമോ? അവസാനം ഉണ്ടാകുമോ? ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ പലപ്പോഴും എൻ്റെ നാട്ടിലെ ഒത്തിരി കഷ്ടം സഹിക്കുന്ന, എൻ്റെ വീട്ടിനകത്ത് നിന്ന് മുതൽ ഇങ്ങോട്ട് ആളുകൾ, ഒരുപാട് ഒരു സാമുദായികവും ജാതീയവുമായിരിക്കുന്ന പശ്ചാത്തലത്തിനകത്താണ് എൻ്റെ ബാല്യകാലവും കൗമാരപ്രായവും യൗവനത്തിലേക്ക് കാലൂന്നുന്ന കാലമൊക്കെ കടന്നു വന്നത്. കഷ്ടം സഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. പല ആളുകളും പല രീതിയിലാണ് പറയുന്നത്. അന്നത്തെ ഞങ്ങളുടെ നാട്ടിലെ ചില ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ, രോഗവും ജോലിയില്ലായ്മയും കടഭാരമൊക്കെയുള്ള, കുഞ്ഞുങ്ങളെ വളർത്താൻ ബുദ്ധിമുട്ടെന്നൊക്കെ എല്ലാത്തരം ജാതികൾ, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, ഹിന്ദുക്കളായിരിക്കുന്ന ഒത്തിരി നല്ല കുടുംബങ്ങൾ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ തല തെക്കോട്ടെടുത്തെങ്കിലേ ഇതൊക്കെ തീരുള്ളൂ. ഒരു ശാപവാക്കാണത്, അവരുടെ ഒരു രീതിയാണത്. അപ്പോൾ ചിലരുടെ വിചാരം തല തെക്കോട്ടെടുക്കണം, എന്നെ പെട്ടി കയറ്റണം, അല്ലെങ്കിൽ ഞാൻ ചത്താലേ തീരുള്ളൂ എന്നൊക്കെയുള്ള വിചാരമാണ്. പക്ഷെ ഞാൻ ഇയ്യോബിൻ്റെ ചരിത്രത്തിൽ നിന്ന് പറയാം. ഈ മനുഷ്യൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, എനിക്കെതിരെ പറയുന്ന വ്യർത്ഥവാക്കുകൾക്ക് അവസാനം ഉണ്ടാകുമോ? നിങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ചരിത്രം അറിയാലോ, 42 അധ്യായമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതിനൊരവസാനം ദൈവം വരുത്തി. അവസാനം ഉണ്ടാകില്ല എന്ന് വിചാരിച്ച ശരം പോലുള്ള വാക്കുകൾക്കൊരവസാനം വരുത്തി. നല്ല വാക്കുകൾ പറയാൻ ആളുകൾ വീട്ടിൽ വന്നു എന്ന 42 അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ വായിച്ചിട്ടുള്ളത്. ഇന്ന് കുറ്റം പറയാൻ വേണ്ടി മാത്രമായിരിക്കും ആളുകൾ വട്ടം കൂടുന്നത്. പക്ഷേ
നിന്നെക്കുറിച്ച്, നിൻ്റെ കുഞ്ഞിനെക്കുറിച്ച്, നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നല്ലത് പറയാൻ ദൈവം ഒരവസരം ഉളവാക്കും. ഇപ്പോൾ അനുഭവിക്കുന്ന വിഷയങ്ങൾക്കൊരവസാനം ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുക. ഉണ്ടാകും, ഒരു പരിഹാരം ഉണ്ടാകും, വിശ്വസിക്കുക. ദൈവം പ്രവർത്തിക്കും. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാം. അവസാനമില്ലാത്ത വിഷയങ്ങൾ, അവസാനമില്ലാത്ത ആരോപണങ്ങൾ, അവസാനമില്ലാത്ത നിന്ദകൾ, അവസാനമില്ലാത്ത രോഗങ്ങൾ, അവസാനമില്ലാത്ത ഭാരങ്ങൾ, ഇതും ചുമലിൽ പേറി ജീവിതം നരകതുല്യമാകാതെ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഈ ചരിത്രങ്ങൾ പരിശോധിച്ചിട്ട് നമുക്ക് ആശ്വസിച്ചുകൊണ്ട് പറയാം, ഈ കാര്യങ്ങൾക്കൊരവസാനം ഉണ്ടാകും. ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇതിനൊരവസാനം ഉണ്ടാകുമോ എന്നാശങ്കപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ എൻ്റെ നാഥ, ആ വിഷയങ്ങളുമായിരിക്കുന്ന ആളുകൾ ഇത് കേൾക്കുന്നുണ്ടാകും. അവർക്ക് വേണ്ടി ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുക. എൻ്റെ ജന്മത്തിൽ ഇതിനൊന്നും അവസാനം ഉണ്ടാകില്ല, എനിക്കതിന് ഭാഗ്യമില്ല എന്ന് നിരാശപ്പെട്ടിരിക്കുന്ന ദൈവഭക്തരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കർത്താവിൽ ആശ്രയിച്ചാൽ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അവസാനം വരുത്തിയത് കർത്താവാണെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ പറയപ്പെടുന്ന സകല പ്രശ്നത്തിനും ഒരു കൺക്ലൂഷൻ, ഒരവസാനം ദൈവം ഉണ്ടാക്കി കൊടുക്കണം. കേൾക്കുന്ന ജനം, പ്രാർത്ഥിക്കുന്ന ജനം, അവർക്ക് വിടുതലുണ്ടാകണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.